ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ 4ാമത്തെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ ഓരോരോ പ്രദർശനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലത്ത് ആശ്രാമം മൈതാനത്ത് മെയ് 11 ആരംഭിച്ച എന്റെ കേരളം എന്ന് പറഞ്ഞ ആ പ്രദർശനത്തിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പവലിയൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പവലിയൻസിലൂടെ കയറിയിട്ടാണ് നമ്മൾ അടുത്തടുത്ത കാഴ്ചകളിലേക്ക് പോകുന്നത്. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ കയറിയ സമയം തൊട്ടുള്ള അവരുടെ നേട്ടങ്ങളും ആ കാര്യങ്ങളും അവർ ചെയ്ത നല്ല കാര്യങ്ങളും എല്ലാം ഓരോരോ ഫോട്ടോസായിട്ടും ഒക്കെ ഇങ്ങനെ സൈഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ പവലിയൻസിലും നമുക്ക് ഫോട്ടോ പോയിന്റ്സും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം, സെൽഫി ഒക്കെ എടുക്കാവുന്ന പോയിന്റ്സ് ഉണ്ട്. നല്ല സമയം എടുത്ത് തന്നെ നമുക്ക് കാണാവുന്ന ഒരു എക്സിബിഷൻ ആണിത്. എൻട്രി ഫീ ഇല്ലായിരുന്നു, ഫ്രീ ആയിരുന്നു. ഇനി നമുക്ക് പവലിയൻസിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇനി നമ്മൾ കാണുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു പവലിയനാണ്. PWDയുടെ അണ്ടറിലുള്ള പുതിയ റോഡുകളുടെ ഒക്കെ മാതൃക അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ആ തീരദേശ റോഡ് തിരുമുല്ലാവാരം തങ്കശ്ശേരി തിരുമുല്ലാവാരം വഴി വരുന്ന തീരദേശ റോഡിന്റെ മാതൃകയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു റോബോട്ട്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഈ ബാക്കിൽ കാണുന്ന റോബോട്ട്സ് ഐറിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. അത് ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റോബോട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പവലിയൻ ഉണ്ട്. അപ്പോൾ അവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്യാസിന് ലീക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വയനാട് ദുരന്തം സംഭവിച്ച സ്ഥലത്തിന്റെ ഒരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഉരുൾപൊട്ടൽ വന്നത്, ആ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ കാണുന്നത് കൃഷി വകുപ്പിന്റെ ഒരു പവലിയനാണ്. ആ നടുക്കിരിക്കുന്നത് ഡ്രോൺ ആണ് കേട്ടോ. ആ ഡ്രോണ് ഞാറ് നടുന്ന ഡ്രോൺ ആണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാറ് നടുന്ന ഡ്രോൺ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പവലിയനാണ്. അവിടെ നമ്മൾ കസബ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം കയറുമ്പം മുഹമ്മദ് ബഷീറിന്റെ ലോക്കപ്പിൽ ഇരിക്കുന്ന ഒരു ചിത്രമൊക്കെയാണ് അവിടെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ എക്യുപ്മെന്റ്സ്, അതായത് വയർലെസ് എക്യുപ്മെന്റ്സ്, അതായത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്, പിന്നെ അവരുടെ തൊപ്പികൾ, ആ റാങ്ക്, സ്റ്റാറൊക്കെ നമ്മുടെ യൂണിഫോമിൽ വെച്ചിരിക്കുന്ന സ്റ്റാറിന്റെ പ്രദർശനം. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് തോക്കുകൾ, പോലീസുകാർ ഉപയോഗിക്കുന്ന തോക്കുകളുടെ പ്രദർശനമുണ്ട്. ഇതൊക്കെ നമുക്ക് തൊപ്പിയൊക്കെ വേണമെങ്കിൽ തലയിൽ വെക്കാം, തോക്കൊക്കെ എടുത്ത് നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം.
അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ KSEBയുടേതും ജലവകുപ്പ്, അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടേത്, അങ്ങനെ കുറെ പവലിയൻസ് ആണ് ആ ഒരു ഭാഗത്തുള്ളത്. ഈ ഒരു പവലിയന്റെ അവസാനമായിട്ട് കൊല്ലം ജില്ലാ ജയിലിന്റെ ഒരു മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ കയറിയാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പോകുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഒരു ജയിലിന്റെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന നമ്മൾ ആ ഗേറ്റും ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ സന്ദർശന സമയവും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജയിലിനുള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ ഇന്റർവ്യൂ റൂമും ഒരു സൈഡിൽ GD റൂമെന്നും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. പിന്നീട് ഒരു സെല്ലുണ്ട്. അപ്പോൾ ആ സെല്ലിനകത്ത് ഒരു കുറ്റവാളി കിടക്കുമ്പോൾ എന്തൊക്കെയാണ് അയാൾക്ക് അവിടെ കിട്ടുന്നത് എന്നുള്ളത് അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ടോയ്ലറ്റ് സഹിതം അതിനകത്തുണ്ട്, ആ സെല്ലിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ജയിലിലുള്ള ഫുഡിന്റെ ഓരോ ദിവസം എന്തൊക്കെ ഫുഡാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊട്ടാരക്കര ജയിലിന് സബ് ജയിലിന്റെ ഒരു മോഡലും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു പവലിയൻസിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ പവലിയൻസിന്റെ ഇടയ്ക്ക് ഒരു തിയേറ്റർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിയേറ്ററിൽ എപ്പോഴും ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ പഴയ ഒരു സിനിമയാണ്, പേര് എനിക്കറിയില്ല. അപ്പോൾ പഴയ ഒരു സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് അവിടെ ഇരുന്ന് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ തീംഡ് സ്റ്റോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷൻ ആയിട്ടാണ് കൈത്തറി, മൃഗസംരക്ഷണ വകുപ്പ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേറൊരു സെക്ഷനായിട്ടാണ് ഇരിക്കുന്നത്. ആയിട്ട് ഇങ്ങനെ മാറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു തറി, വസ്ത്രങ്ങളൊക്കെ തുന്നുന്ന ഒരു തറി നടുക്ക് വെച്ചിട്ടുണ്ട്. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഇതിനായിട്ട് കുറെ മീനുകളുടെയൊക്കെ വിവിധ തരം മീനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അതുപോലെ ഗിനി പന്നികളെയൊക്കെ കുഞ്ഞുങ്ങള് കാണിക്കുന്നുണ്ട്. പിന്നെ കോഴികള്, താറാവ്, അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ. പിന്നെ 4 കാലുള്ള ഒരു കോഴിയെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ പലതരം മുട്ടകള്, ടർക്കി കോഴികള്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു ഫുഡ് സ്റ്റോൾ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേജും ഉണ്ട്. അവിടെ എപ്പോഴും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളുടെ ഓരോരോ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയ എക്സിബിഷൻ, എൻ്റെ കേരളം എന്ന് പറഞ്ഞ എക്സിബിഷന്റെ കാഴ്ചകൾ. ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഞാൻ കാണാനായിട്ട് പോയത്. അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പനിയൊക്കെ ആയത് കാരണം നമുക്ക് നേരത്തെ പോയൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് നിങ്ങൾ കാണാത്തവർക്ക് കാണാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ എക്സിബിഷൻ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിലൂടെ കുറെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.